ഇപ്പൊ അപ്പൊ നമ്മളിപ്പോ 2-3 ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മളിപ്പോ സെന്റൻസ് പഠിക്കല്ല, സെന്റൻസ് ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കണത് എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെന്റൻസിന്റെ രൂപം എങ്ങനെയാണ്, അതാണ് നമ്മുടെ ഒരു ശരിയായ ഒരു സെന്റൻസിന്റെ ഒരു ഓക്കെ. നമുക്കിനി നോക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി കുറച്ച് എക്സാമ്പിളിന്റെ അകത്തൂടെ കടന്നു പോകാം. അങ്ങനെ കുറച്ച് എക്സാമ്പിളിന്റെ അകത്തൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ, നല്ല ഐഡിയ, നമ്മുടെ ഐഡിയ നമുക്ക് നല്ലോണം തറവുമാക്കി വെക്കുക എന്നുള്ളൊരു ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ വേണം. ഓക്കെ, സോ നമ്മൾ കണ്ടു അഡ്ജക്റ്റീവ്, അഡ്വർബ്, നൗൺ ക്ലോസ്. ഈ 3 ക്ലോസും ബേസിക്കലി പറയുകയാണെങ്കിൽ 3 ക്ലോസും നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് ബാസ്ക്കറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ അതിന്റെ അടിയിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് അടിച്ചു നോക്കിയേ. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന നോക്കിയാൽ അതിന്റെ അടിയിൽ ഏറ്റവും അടിയിൽ കണ്ടോ റെക്കോർഡ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ടോ? അതൊന്ന് അടിച്ചേ. Please request recording permission from the meeting host. എവിടെയാണ് പെർമിഷൻ കൊടുക്കേണ്ടത് ഞാൻ ട്രൈ ചെയ്തിട്ട് കണ്ടില്ല. നാളെ ട്രൈ ചെയ്യാം. അതപ്പോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഈ കോർണറിലെ റെക്കോർഡിംഗ് കാണിക്കുന്നുണ്ടല്ലോ, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പൊ എന്താ പറഞ്ഞു നോക്കി? അത് സാർ റെക്കോർഡ് ചെയ്യുന്നല്ലേ? ഇല്ല, അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാ. മറ്റേത് റെക്കോർഡ് ഞങ്ങൾ നമ്മുടെ താഴത്തേല് കാണിക്കുമ്പോ വരുന്നത് ഇങ്ങനെയാ, അതായത് ഹോസ്റ്റിന്റെ പെർമിഷൻ വേണം. പെർമിഷൻ വേണം. ഓക്കെ 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 ഓക്കെ. നമുക്കപ്പോ സമയം കളയണ്ട. നമുക്കിന്ന് കുറച്ച് സെന്റൻസ്, അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോംപ്ലക്സ് സെന്റൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് വായിച്ച ഓർമ്മയുണ്ട്. അതായത് എന്താണ് IELTS എക്സാമിന് നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് നമുക്ക് കോംപ്ലക്സ് സെന്റൻസുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് നോക്കുന്നത്. മെയിൻ ആയിട്ടും നമുക്കൊരു 12 അതല്ലെങ്കിൽ 12 അതിൽ കൂടുതൽ വാക്കുകൾ ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദേ ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. നമുക്ക് വലിയ വലിയ സെന്റൻസുകളിലേക്കല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സെന്റൻസുകൾ റിച്ച് കണ്ടന്റ് ആയിട്ട് ഉണ്ടാക്കി നമ്മൾ അതിൽ കൊടുക്കണം നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം നമുക്കിപ്പോ കുറച്ച് സെന്റൻസിന്റെ അകത്ത് നമുക്ക് പറഞ്ഞു പോകാം. ഇത് എന്താ പറയുക, ഇങ്ങനെ നോക്കുമ്പോൾ കോംപ്ലക്സ് സെന്റൻസസ് മെയ്ഡ് അപ്പോൺ ആൻ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് എ ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈക്കും ഒരു ബാസ്ക്കറ്റും ചേർന്നാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കുക. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കുക, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ സെന്റൻസാ. ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സിമ്പിൾ സെന്റൻസാ. അപ്പൊ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ കോർത്തിണക്കുക ചെയ്യണം. ആ കോർത്തിണക്കാൻ ഉപയോഗിക്കുന്ന, വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ ട്രിക്ക് മാത്രം നമുക്ക് പഠിക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മളെല്ലാവരും സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും ആ പ്രൊഫഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വന്നതാണ്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ സെന്റൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇനി നോക്കാൻ പോണത് എങ്ങനെയാണ് സിമ്പിൾ സെന്റൻസുകൾ കോർത്തിണക്കുന്നത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലേക്ക് ശ്രദ്ധിക്കുക. മെയിൻ 3 കൈൻഡ്സ് ഓഫ് ക്ലോസസ് ഉണ്ട്. നമുക്ക് ആദ്യം അഡ്ജക്റ്റീവ് ക്ലോസിലേക്ക് നോക്കാം. അഡ്ജക്റ്റീവ് ക്ലോസിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടു അഡ്ജക്റ്റീവ് ക്ലോസ് വരിക എയ്തർ നടുക്ക് വരാം, അതല്ലെങ്കിൽ മിക്കവാറും നടുക്ക് വരും, അതല്ലെങ്കിൽ ആ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നൗൺ
നമ്മൾ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാണ്. നൗൺ മാത്രമല്ല, ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകണം. പ്രോണൗണെയും കൂടെ നമുക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് വെച്ച് നമുക്ക് വിശേഷിപ്പിക്കാം. നൗൺ ഓർ എ പ്രോണൗൺ. നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് പോയി. അപ്പോ ഒരു ബാസ്ക്കറ്റ് വെച്ച് നമുക്ക് നൗണിനെ മാത്രമല്ല പ്രോണൗണെ വിശേഷിപ്പിക്കാം. നമുക്ക് പ്രോണൗണിനെ കുറിച്ച് പഠിക്കേണ്ടി വരും അല്ലേ. ഇറ്റ് വിൽ ബിഗിൻ വിത്ത് റിലേറ്റീവ് പ്രോണൗൺ. അത് ഗ്രാമറ്റിക്കൽ വേർഡാണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്. ഒരുപാട് റിലേറ്റീവ് പ്രോണൗൺസ് ഉണ്ട്. പക്ഷെ ഇത്രയുമാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് നോക്കുക. ഓർ എ സബോർഡിനേറ്റീവ് കൺജക്ഷൻ വെൻ, വേർ ആൻഡ് സിൻസ്. നമ്മൾ 1, 2, 3 സ്റ്റെപ്പ് മുന്നോട്ട് പോയി. നമ്മളെ ബൈക്ക് ആൻഡ് ബാസ്ക്കറ്റ് പഠിച്ചത് മെയിൻ ആയിട്ടും ബേസിക് ഫോമ പഠിച്ചത്. അതായത് അതാണ് നമ്മുടെ തറ. നമ്മൾ അതിന്റെ മുകളിലേക്ക് പണിയാൻ പോവാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സബോർഡിനേറ്റീവ് കൺജക്ഷൻ ആൻഡ് റിലേറ്റീവ് പ്രോണൗൺ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഈ ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വെൻ, വേർ ആൻഡ് സിൻസ്. ഇത്രയുമാണ് നമ്മുടെ ഹുക്കുകൾ. 2 സെന്റൻസുകളെ, അതിന് മുമ്പ് വേറെ കാര്യം ചിന്തിക്കുക. ഒരു സെന്റൻസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ്. ഇത്രയും കൂടി ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ 1 തോട്ട്, ഒരു തോട്ടാണ്. അപ്പൊ 2 തോട്ടുകൾ, 2 സിമ്പിൾ സെന്റൻസുകളെ ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ നോക്കുന്നത് വേറൊരു ആംഗിളിലൂടെ. അപ്പൊ ഇന്ന് നമ്മൾ കൺസേൺ നോക്കി വന്നത് ബൈക്ക് ആൻഡ് ബാസ്ക്കറ്റ് ആംഗിളിലൂടെ നമ്മൾ സെന്റൻസുകൾ നോക്കിയത്. ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെ ജോയിൻ ചെയ്യാം, സിമ്പിൾ സെന്റൻസുകളെ എങ്ങനെ ഹുക്കിട്ടൊന്ന് ചേർക്കാം, ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കാൻ പോകണം. അപ്പൊ ഈ ഹുക്കുകളുടെ പേരാണ് ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വെൻ, വേർ ആൻഡ് സിൻസ്. Those are only words that can be used to introduce an adjective clause. നമ്മളിതിന്റെ വേറെ രീതി നമ്മൾ കണ്ടിരുന്നു. അതായത് എന്താ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അവിടെ വന്ന് റൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട അപ്പൊ വേർഡ്സ്. അപ്പൊ ഈ ദീസ് ആർ ദി ഒൺലി വേർഡ്സ്. ശ്രദ്ധിക്കുക, ഒൺലി വേർഡ്സ്. ഈ ഒൺലി വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ് ക്ലോസ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പൊ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒൺലി വേർഡ്സ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വെൻ, വേർ ആൻഡ് സിൻസ്. ശ്രദ്ധിക്കുക, introductory word will always rename the word that it follows and modifies, which except when used with a preposition which will come between the introductory word and the word renames. നമുക്ക് ഈ സെന്റൻസിലേക്ക് ഒന്ന് അകത്ത് കയറിട്ടൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് അവരുടെ ഉദ്ദേശം. അവരല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇൻട്രൊഡക്ടറി വേർഡ് എന്ന് പറയുന്ന ആ വെൻ എന്ന് പറയുന്നത് ഓൾവേസ് റീനെയിം ദ വേർഡ് ദാറ്റ് ഇറ്റ് ഫോളോസ്. ഏത് വാക്കിനെ കുറിച്ചാണോ വിശേഷിപ്പിക്കണേ ആ വാക്ക് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോളോ ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ അത് മോഡിഫൈയും ചെയ്യും. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ നമുക്ക് 2 സിമ്പിൾ സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാന്ന് ഇത്ര മുമ്പ് ഞാൻ പറഞ്ഞത് ഒരു വലിയ തെറ്റാണ്. കാരണം 2 സിമ്പിൾ സെന്റൻസുകൾ യോജിപ്പിക്കാം, പക്ഷേ ആ സെന്റൻസുകൾ എങ്ങനെ ആയിരിക്കണം ഇതാണ്. റീനെയിം ദ വേർഡ്, തൊട്ടപ്പുറത്ത് വന്നു ദാറ്റ് ഇറ്റ് ഫോളോസ്, ആൻഡ് ആ വേർഡ് അതിനെ ആ സെന്റൻസിനെ കംപ്ലീറ്റ് മോഡിഫൈ ചെയ്തേക്കാം. വെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരേണ്ട ആൻസർ ഒരിക്കലും
ഹൂ എന്നോ അല്ലെങ്കിൽ ഹൂസ് എന്നോ ദാറ്റ് എന്നോ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് സെന്റൻസുകളെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു മോഡിഫൈ ചെയ്യാൻ ഒരു വേർഡ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, ആ വേർഡ് ആ കംപ്ലീറ്റ് സെന്റൻസിനെ ഡോമിനേറ്റ് ചെയ്യണം. ഒരൊറ്റ എക്സാമ്പിൾ പറയാൻ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടെ കുറെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ഒരു വാർഡിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്. കാരണം പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസ് റിലേറ്റീവ്സ് ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാഴ്ചയുണ്ട്. പക്ഷേ നേഴ്സിംഗ് യൂണിഫോം ഇട്ട ഒരാള്, ആ ആള് എന്താണ് നമ്മോട് പറയണത്? ഐ ആം എ നേഴ്സ്. കാരണം ആ യൂണിഫോം നമ്മളോട് പറയുന്നതാണ് അത് ഇട്ടിരിക്കുന്ന വ്യക്തി ഒരു നേഴ്സ് ആകുന്നു. അപ്പൊ ആ യൂണിഫോം, ആ നേഴ്സ് അങ്ങനെ തന്നെ പുറത്ത് വന്ന് ഡ്രസ്സ് മാറി നോർമൽ ഡ്രസ്സിൽ അകത്ത് വന്ന് അതേ സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ ആളെ നേഴ്സിനെ വിളിക്കില്ല. കാരണം ആ വ്യക്തിക്ക് എന്താ പറയണേ, ആ നേഴ്സിന്റെ ആ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. കാരണം ആ യൂണിഫോം ആണ് അവരെ കൃത്യമായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. ആ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. യൂണിഫോം എന്ന് പറയുന്നത് വെറും ഒരു ഡ്രസ്സാണ്. ആ ഒരു ഡ്രസ്, ആ ക്ലോത്ത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ക്ലോത്ത് ആ വ്യക്തിനെ അങ്ങ് മോഡിഫൈ ചെയ്യാണ്, കംപ്ലീറ്റ്ലി മാറ്റും. അയാളുടെ പിക്ചർ കംപ്ലീറ്റ് മാറിപ്പോവാം. ആ ഒരു സെൻസ് എടുക്കുക. അപ്പോ ആ ഉപയോഗിക്കുന്ന വാക്ക് ആ സെന്റൻസിനെ ആകെ മൊത്തം മാറ്റും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ദ സ്റ്റുഡന്റ് whose hand was up gave the wrong answer. ഇവിടെ എന്തുകൊണ്ട് കോമ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ, അല്ലെ? കാരണം ഇത് എസെൻഷ്യൽ ആണ്. whose hand was up എന്ന് പറയാൻ കാരണം സ്റ്റുഡന്റ് എന്ന് പറയുന്ന മിക്കവാറും എസെൻഷ്യൽസ് വരുന്ന എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ നെയിം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കോമൺ നൗൺ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന അഡ്ജക്റ്റീവ് ക്ലോസുകളെല്ലാം ബാസ്കറ്റ് എല്ലാം മിക്കവാറും കോമൺ ഇടില്ല. കാരണം ആ വാക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്റ്റുഡന്റ് ആരാന്ന് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ സ്റ്റുഡന്റ് സ്ഥാനത്ത് നമ്മൾ കൊടുക്കുകയാണ് സോഫി, കോമ, whose hand was up, കോമ, gave the wrong answer. കണ്ടോ? അപ്പോ ആ സ്റ്റുഡന്റില് ആരാണ് സ്റ്റുഡന്റ് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നു. അതുകൊണ്ടാണ് അവിടെ കോമ കൊടുക്കുന്നത്. കാരണം അവിടെ സോഫി സ്റ്റുഡന്റ് ആണെന്ന് ഓട്ടോമാറ്റിക്കലി അറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ കോമ കൊടുത്ത് ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. whose hand was up is the adjective clause with whose hand was up. അവരാ യൂണിഫോം ഇട്ടു. ഹൂസിന്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞപ്പോ ആ സെന്റൻസ് മാത്രം മാറിപ്പോയി. നോക്കുക, റിലേറ്റീവ് പ്രോണൗൺ റീനെയിമിംഗ് ആൻഡ് മോഡിഫൈയിങ് സ്റ്റുഡന്റ്. ശ്രദ്ധിക്കുക, റീനെയിമിംഗ്, അത് ഒന്നും കൂടെ റീനെയിം ചെയ്യാണ് വാക്ക് ഉപയോഗിച്ചിട്ട്, അല്ലെ? ഇങ്ങനെ പറയാൻ പറ്റും. ദ സ്റ്റുഡന്റ് അഗെയിൻ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റീനെയിം ചെയ്യാണ് ആൻഡ് വാസ് റീനെയിമിംഗ് ആൻഡ് മോഡിഫൈയിങ് സ്റ്റുഡന്റ്. അടുത്തതിലേക്ക് പോവാം. ജെയിൻ ഈസ് എ പേഴ്സൺ ഇൻ whom I can place my confidence. ആ ഇന്ന് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ, ആ പ്രപ്പോസിഷനെയാണ് ഈ whom എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചിരുന്നത്, അല്ലേ? ഓക്കെ, എന്താ? ഇൻ whom I can place my confidence. സോറി, ഇൻ whom. അപ്പോ ആ ഒരു പേഴ്സൺ, ഇന്നല്ല, പേഴ്സണെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ ഇന്നെന്ന് പറയുന്നത് അവിടെ പ്രപ്പോസിഷൻ ആണ്. ഈസ് അഡ്ജക്റ്റീവ് ക്ലോസ് വിത്ത് whom, a relative pronoun which preposition in between it, a person.
the word that whom renames and modifies. നമുക്ക് സിമ്പിൾ എക്സാമ്പിളിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ അകത്ത് ഈ സെന്റൻസിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കൂടെ ഇപ്പൊ പോകണം ഏതാണ് ബൈക്ക്, ഏതാണ് ബാസ്കറ്റ് എന്നുള്ളത് കേട്ടോ. I play a kind of music that nobody likes. That nobody likes. I play a kind of music. I poor what? What about it? പിന്നെ that. ആ that സെന്റൻസിനെ മൊത്തം ചോദിക്കണം. The man. ആ മാൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വന്നിരിക്കുകയാണ്. കോമൺ നെയിം ആണ് മാൻ. ആ മാൻ ആരാന്ന് ഒന്നും കൂടെ പറയാണ്. Whom you saw was not the famous actor. കണ്ട ബാസ്കറ്റ് നടക്കു വെച്ചങ്ങനെ അതിന്റെ ഇപ്പുറത്ത് ബൈക്ക് വന്നിരിക്കുന്നു. അടുത്ത് നോക്കിയേ, I remember the day when I took my first aeroplane ride. ഓർമ്മയില്ല, വെന്ന് ചേർത്ത് ആ സെന്റൻസിന്റെ ആടിയിരിക്കുന്നു. Who or what? What about it? I have a neighbor whose parents live in Australia. ആ നെയ്ബറിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എസെൻഷ്യലാണ് അല്ലെ? എസെൻഷ്യൽ ആയതുകൊണ്ട് അവിടെ അതിന് മുമ്പ് കോമ ഇടില്ല. The hint that I learned about cleaning the wok saved me much work. Oh dear. The hint. Or what? What about it? Saved me much work. But that I learned about cleaning the wok എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്ത് ബാസ്കറ്റ്. ദാറ്റ് വെച്ച് അപ്പോ ഇതിലൊക്കെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഈ ദാറ്റ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. The hint saved me much work. I learned about cleaning. അപ്പോ ആ രണ്ട് സെന്റൻസുകളെ ഈ ദാറ്റ് വെച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് മാറ്റി നോക്കുമ്പോൾ ആ ദാറ്റാണ് അവിടെ മെയിൻ ആയിട്ടും കളിക്കുന്ന ഒരു സാധനം. അത് ടോട്ടലി ആ സെന്റൻസിന്റെ മീനിങ് മാറ്റിയെടുക്കണം. നമുക്ക് നോക്കാം. ദാറ്റ് നോബഡി ലൈക്സ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്തിരിക്കുന്നത് മ്യൂസിക്കിനെ അല്ലെങ്കിൽ കൈൻഡിനെയാണ്. ഹൂം യു സോ എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്തിരിക്കുന്നത് മാനിനെയാണ്. ആ വാക്ക് ശ്രദ്ധിക്കുക, മോഡിഫൈസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സെന്റൻസ് എന്ന് പറയുമ്പോൾ ഡിപെൻഡന്റ് സെന്റൻസ് ആണ്. When I took my aeroplane ride modifies there. Whose parents live in Australia modifies neighbor. That I learned about cleaning the wok modifies hint. നമുക്ക് നല്ല നല്ല കഴിവുണ്ടെങ്കിൽ നമുക്ക് ലെവലിൽ നമുക്ക് ഒരുപാട് സെന്റൻസ് ഉണ്ടാക്കാം. ബൈക്ക് പറഞ്ഞ ഒരു ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ചു, പിന്നെ ഒരു ബൈക്ക് വെച്ചു, പിന്നെ അതിന്റെ നടുക്കൊരു ബാസ്കറ്റ് വെച്ചു, പിന്നെ അതിന്റെ ബാക്കിൽ ഒരു ബാസ്കറ്റ് വെച്ചു. സോ 3 ബാസ്കറ്റ് വരെ നമുക്ക് ഫിറ്റ് ചെയ്യാം. സെന്റൻസ് നീണ്ടങ്ങ് പോകും. സോ കോംപ്ലക്സ് സെന്റൻസ് തന്നെ നമുക്ക് 3 ബാസ്കറ്റ് ഫിറ്റ് ചെയ്യാം സുഖമായിട്ട്. നല്ല നല്ല കഴിവോട് നമ്മൾ വർക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ദാറ്റ് നോബഡി ലൈക്സ് എന്ന് പറയുന്നത് മ്യൂസിക് നമ്മൾ നോക്കിയായിരുന്നു. അടുത്ത സെന്റൻസിൽ വായിച്ചു നോക്കുക. നമ്മളൊന്ന് മനസ്സിൽ നോക്കുക, ഇതിൻ്റെ അകത്ത് ആരെയാണ് ഈ വേർഡ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് നോക്കുക. ദ സിംഗർ that you see on stage is my sister. കണ്ടോ? ആ സിംഗറിനെ ഒന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അവിടെ. എന്നിട്ട് ബാക്കി ആ രണ്ടാമത്തെ, അതായത് അതിന്റെ ബാക്കിൽ അതിന്റെ ടയർ വന്നിരിക്കുകയാണ്. അടുത്ത സെന്റൻസ് നോക്കിയേ. The owner is a woman by whom many things have been accomplished. By whom? The teacher who gives the girls piano lessons lives next door. The teacher lives next door. Teacher lives next door. Teacher gives the piano lessons. ആ 2 സെന്റൻസുകൾ നമുക്കറിയാം. പക്ഷെ അതെങ്ങനെ നമുക്ക് ഒറ്റ സെന്റൻസ് ആക്കാൻ പറ്റും?
ആ ഒരു കഴിവാണ് നമ്മൾ കാണിക്കേണ്ടത്. പക്ഷെ അത് കാണിക്കാൻ മാത്രം പോരാ, നമുക്കൊരു നാച്ചുറൽ ഫ്ലോയിൽ വാക്കണം. സോ വി ആർ റിയലി റിപ്പീറ്റിംഗ് ഡു ദാറ്റ്. ഓക്കെ, ദ മാൻ, കോമയില്ല കേട്ടോ. എന്തുകൊണ്ടില്ല? ഹൂസ് ലെഗ് വാസ് ബ്രോക്കൺ, അത് എസെൻഷ്യലാ. അതേസമയം ജിയോ, ഹൂസ് ലെഗ് ഈസ് ബ്രോക്കൺ, വാസ് ടേക്കൻ ടു ഹോസ്പിറ്റൽ. അപ്പൊ ഈ കോമൺ നെയിം പറയുമ്പോഴാണ് മിക്കവാറും കോമ ഇല്ലാതായി തോന്നിയിട്ട് നമുക്ക് നോക്കി മനസ്സിലാവും കേട്ടോ. ഇത് കോമൺ നെയിമാണ് ടീച്ചർ, മാൻ എന്ന് പറയുന്ന സംഭവം പറയുമ്പോൾ മിക്കവാറും നമ്മൾ കോമ ഉപയോഗിക്കില്ല. This is the place where the donor party perished. ബാസ്കറ്റ് ബാക്കി വെച്ചു, where എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ആണ്. അപ്പൊ നോക്കുക, ഈ സെന്റൻസുകളിലെല്ലാം കിടന്ന് കളിക്കുന്നത് മെയിൻ താരമാരാണെന്ന് നോക്കുക. ജഗതിയുടെ റോള് ഒരു സിനിമയ്ക്കകത്ത് കോമഡി ആണെങ്കിലും പുള്ളിയുടെ സിനിമയ്ക്കകത്ത് മുഴുവൻ ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പുള്ളി അവിടെ ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ട് പോണുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദാറ്റ്, അതാണ് താരം. ഹൂ, അതാണ് താരം. ഹൂ, ഹൂസ് ആൻഡ് വേർ. ശ്രദ്ധിക്കുക, ദാറ്റ് യു സീ ഓൺ ദ സ്റ്റേജ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യുന്നത് സിംഗറിനാണ്. അപ്പൊ സിംഗർ കഴിഞ്ഞ് അപ്പൊ തന്നെ ആ വാക്ക് വരണം. ബൈ ഹൂം മെനി തിങ്സ് ഹാവ് ബീൻ അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യുന്നത് വുമനെയാണ്. അപ്പൊ വുമൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അത് വന്നിട്ടുണ്ട്. ഹൂ ഗേവ്സ് ദ ഗേൾസ് ദ പിയാനോ ലെസൺസ് എന്ന് പറയുന്നത് ടീച്ചറിനാണ് മോഡിഫൈ ചെയ്തേക്കുന്നത്. അപ്പോ അത് അപ്പൊ തന്നെ വന്നിട്ടുണ്ട്. ഹൂസ് ലെഗ് വാസ് ബ്രോക്കൺ എന്ന് പറയുന്നത് മാനിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. വേർ ഡോണർ പാർട്ടി പെരീഷ് എന്ന് പറയുന്നത് പ്ലേസിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. പ്ലേസിനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലേസിനോടാണ് ഒരു മീനിങ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പറയാം. ശ്രദ്ധിക്കുക, നമ്മൾ ഈ സെന്റൻസിലേക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് ഒരു സെന്റൻസ് ഞാൻ വായിക്കുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ പോകേണ്ടത് ബൈക്ക്, ബാസ്കറ്റ്, ഡിപ്പെൻഡന്റ് ക്ലോസ്, ആ ഒരു സെൻസുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ. അത് ആ ഒരു വർക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. The ride that we rode at the amusement park was scary. The ride that we rode at the amusement park was scary. കണ്ടോ, റൈഡ് എന്ത് റൈഡാന്ന് പറഞ്ഞിട്ടില്ല. Here is the place where the plane wrecked. Here is the place where the plane wrecked. Bike, basket, dependent clause, independent clause, അതിന്റെ ജോയിൻ ചെയ്തിരിക്കണം ആ വാക്ക്, അതിനെ മോഡിഫൈ ചെയ്തിരിക്കണം. The diamond in that ring that Mark brought was gigantic. The diamond was gigantic in that ring that Mark brought. Right. The dress that the queen is wearing weighs 50 pounds. ഈ സെന്റൻസിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, നമുക്ക് വേറൊരു സംഭവം കൂടെ കാണാൻ പറ്റും. നമ്മൾ ഓരോന്നും കൂടെ ആഡ് ചെയ്ത് നോക്കാൻ പോവാണ്. എന്താണ്? The dress weighs 50 pounds. സിമ്പിൾ സെന്റൻസ് ആണ്. The queen is wearing. അത് എന്ത് സെന്റൻസ് ആണ് ഇപ്പൊ നമ്മുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടല്ലേ? കണ്ടിന്യൂസ് ആണ്. കണ്ടോ? അപ്പോ രണ്ട് ടൈപ്പ് സെന്റൻസുകളും ടെൻസുകളും കളിക്കണ്ട അതിനകത്തേക്ക്. നമ്മൾ സെന്റൻസിൽ ഇനി വേറൊരു രീതി നോക്കാൻ പോവാണ്. നമ്മൾ നോക്കുമ്പോ ബൈക്ക്, ബാസ്കറ്റ്, ബൈക്കിന്റെ ടെൻസ്, ബാസ്കറ്റിന്റെ ടെൻസ്. ഓക്കെ. The student whose hand was raised shout out the answer. കണ്ടോ? Was raised. Whose hand was raised shout out the answer. അപ്പോ പാസീവ് വോയിസ് ഉണ്ട്, ആക്റ്റീവ് വോയിസ് ഉണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ് പാസീവ് വോയിസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ആക്റ്റീവ് വോയിസ് ഉണ്ട്. That road at the amusement park modify ചെയ്തിരിക്കുന്ന റൈഡിനെയാണ്. Where the plane wrecked modify ചെയ്തിരിക്കുന്ന പ്ലേസിനെയാണ്. That Mark brought modify ചെയ്തിരിക്കുന്ന റിങ്ങിനെയാണ്. That the queen is wearing modify ചെയ്തിരിക്കുന്ന ഡ്രസ്സിനെയാണ്. Whose hand was raised passive voice ആണ്,
Present continuous ആണ്, simple past ആണ്, modifier soon ആണ്. ഇപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, അതായത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ സെന്റൻസ് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായോ എന്ന് നമ്മൾ ചിന്തിക്കുക. മനസ്സിലായില്ലെങ്കിൽ പോയിട്ട് ടെൻസ് നോക്കുക, വീണ്ടും വീണ്ടും റിഫ്രഷ് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കാം. Will you throw a pizza that is in the freezer? I am looking for the person. I am looking for the person who owns the car. എന്ത് ടെൻസാണിത്? അതിന്റെ ബാസ്കറ്റ് എന്ത് ടെൻസാണ്? നമ്മുടെ പിക്ചർ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ വേറെ ആംഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ I remember well the time when I broke my leg. കണ്ടോ? Simple past, simple present. So when I broke my leg എന്ന് പറയുന്നത് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുക. ബാസ്കറ്റ് ബൈക്ക്. അടുത്ത നോക്കുക. I want to ride a horse which is very tame. ബൈക്ക് ഏതാണ്? ബാസ്കറ്റ് ഏതാണ്? ഏത് സെന്റൻസ് വെച്ച് ആഡ് ചെയ്തേക്കണേ? എന്തിനാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എന്ത് ടെൻസ് ആണ്? നമ്മളോട് ആഡ് ചെയ്ത് എന്ത് ടെൻസ് ആണ്? We must find a person whose honesty is above reproach. എന്ത് ടെൻസ് ആണ്? ബൈക്ക് ഏതാണ്? ബാസ്കറ്റ് ഏതാണ്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആലോചിച്ച് എല്ലാം ശരിയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇൻ ദ ഫ്രീസർ എന്ന് പറയുന്നത് പിസേനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഹൂ ഓൺസ് ദിസ് കാർ എന്ന് പറയുന്നത് പേഴ്സണാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. വെൻ ഐ ബ്രോക്ക് മൈ ലെഗ് എന്ന് പറയുന്നത് എന്ത് ടെൻസ് ആണ്? എന്തിനാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? വിച്ച് ഈസ് എ ടൈൽ എന്ന് പറയുന്നത് എന്ത് ടെൻസ് ആണ്? എന്തിനാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? ഹൂസ് ഹോണസ്റ്റ് ഈസ് അബവ് റിച്ച് എന്ത് ടെൻസ് ആണ്? എന്തിനാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? എന്തിനാണ് അട്രാക്ട്, എന്തിനാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. Right. This is a matter about which there was much discussion. ബൈക്ക് ഏതാണ്? ബാസ്കറ്റ് ഏതാണ്? അതിൻ്റെ അകത്ത് ബൈക്കിന്റെ ടെൻസ് എന്താണ്? ബാസ്കറ്റിന്റെ ടെൻസ് എന്താണ്? കണ്ടോ? Is a matter and there was much discussion. So ആ വിച്ച് വന്നുകൊണ്ട് അത് കംപ്ലീറ്റ് ആ സെന്റൻസിനെ മോഡിഫൈ ചെയ്ത് ഒരു പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിനെ പ്രസന്റിൽ സംഭവമായിട്ടും ആഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ മാൻ ഓൺ യുവർ ലെഫ്റ്റ് ഹൂ വിൽ ബി നെക്സ്റ്റ് പ്രിൻസിപ്പൽ. വെൽ ഡൺ. ബൈക്ക് ഏതാണ്? ബാസ്കറ്റ് ഏതാണ്? അതിന്റെ രണ്ട് സൈഡിൽ ഉപയോഗിക്കുന്ന ടെൻസ് എന്താണ്? ഓക്കെ, ഈസ്. ഇവിടെ വന്നു കഴിയുമ്പോ വിൽ ബി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക. ദ കാർ whose license plate I could not read speed quickly away. Wow. ഈ LY വന്നിരിക്കുന്നത് എവിടെയാണ്? നമുക്ക് സ്റ്റെപ്പോടെ മുന്നോട്ട് പോകാം കേട്ടോ. എവിടെയാണ് LY അഡ്വാർബ് വന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, കാർ, അതായത് ബാസ്കറ്റ് ഏതാണ്? ബൈക്ക് ഏതാണ്? അതെല്ലാം എന്ത് ടെൻസ് ആണ്? Did you find the opening where the sheep go through? ഈ സെന്റൻസിനകത്ത് ബാസ്കറ്റ് എന്താണ്? അത് എന്ത് ടെൻസിലാണ്? അത് എന്ത് വെച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്? The man. എന്തുകൊണ്ട് അവിടെ കോമ ഞാൻ കൊടുത്തില്ല? Whom you admire greatly will be the next speaker. ബൈക്ക് ഏതാണ്? ബാസ്കറ്റ് ഏതാണ്? ബാസ്കറ്റിന്റെ ടെൻസ് ഏതാണ്? എന്തുകൊണ്ട് ഞാൻ അവിടെ കോമ കൊടുത്തില്ല? About which there was much discussion എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്തെ ബാസ്കറ്റ്. വിച്ച് there was much discussion അല്ല, കാരണം അത് ഒരു പ്രപ്പോസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മോഡിഫൈസ് മാറ്റർ. Who will be the next principal? Modifies man. Propositional phrase again, separating the word renamed. Okay.
അത് എന്ത് ടെൻസ് ആണെന്ന് നോക്കുക കേട്ടോ. Whose license plate I could not read. ടെൻസ് നോക്കുക, എന്ത് വെർബാണ് നോക്കുക, അത് ഏതാണ് മോഡിഫൈ ചെയ്ത് നോക്കുക. മോഡിഫൈ ചെയ്യേണ്ട അടുത്ത് തന്നെ അത് വന്നിരിക്കണം നോക്കുക കേട്ടോ. വേർ ദ ഷീപ്പ് ഗോ ത്രൂ. നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടിയോ എന്ന് നമ്മൾ ചിന്തിക്കുക. വേർ ദ ഷീപ്പ് ഗോ ത്രൂ, അത് എന്ത് ടെൻസ് ആണ് നോക്കുക. അത് എന്തിനാണ് മോഡിഫൈ ചെയ്തേക്കണത്? ഓപ്പണിങ്. എന്തുകൊണ്ട് ഓപ്പണിങ്ങിനെ ചെയ്തു? ഓക്കെ, കണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കാറാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ തിയറി നമ്മൾ തെറ്റിപ്പോകണം അല്ലെ. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൗണിനെയാണ് വിശേഷിപ്പിക്കുന്നത് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഓപ്പണിങ്ങിനെ വിശേഷിപ്പിച്ചു? കാരണം അതിനെ വിളിക്കുന്ന ING ചേർത്ത് വരുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് വെർബൽ നൗൺ. നമുക്ക് മലയാളത്തിൽ തന്നെ എടുത്തു നോക്കാം. നീന്തുക, എന്താ നമുക്ക് മനസ്സിലായി? നീന്തൽ എന്ന് പറഞ്ഞാൽ എന്തിട്ടാ? ആ നീന്തുന്ന പ്രവർത്തിനെ വിളിക്കുന്ന ഒരു പേരാണ് നീന്തൽ അല്ലെ. വായന, വായിക്കുന്ന പ്രവർത്തിനെ വിളിക്കുന്ന പേരാണ് വായന എന്ന് പറഞ്ഞ പോലെ തുറക്കൽ. തുറക്കുന്ന പ്രവർത്തിനെ വിളിക്കുന്ന പേരാകുമ്പോ അത് നൗണായിട്ട് മാറുകയാണ്. Whom you would admire greatly. ഈ ആൻസർ നമുക്ക് നല്ലോണം കിട്ടിയോ നോക്കുക. Okay, modifies man. ഇനി നമ്മൾ അടുത്ത സ്ഥലം നോക്കുക. അഡ്ജക്റ്റീവ് ക്ലോസ് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിയർ അല്ല കേട്ടോ, കോക്കാണ്. Right. Find the adjective clause in the following sentence. Tell the word it modifies. നമ്മൾ വായിക്കുമ്പോൾ ഓരോ സെന്റൻസ് ഞാൻ വായിച്ചു പോകുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ബൈക്ക്, ബാസ്കറ്റ്, അതിന്റെ ടെൻസ്. ഓക്കെ, അത് ഏതിനെയാണ് മോഡിഫൈ ചെയ്തേക്കണേ, എവിടെയാണ് ഇരിക്കണേ, എന്തുകൊണ്ട് കോമ ഇട്ടില്ല, ഇത്രയും ചോദ്യം നമ്മുടെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. I like a leader who listens to his man. Basket, ബൈക്ക് ഏതാണ്? ബാസ്കറ്റിന്റെ ടെൻസ് ഏതാണ്? ബൈക്കിന്റെ ടെൻസ് എന്താണ്? The dog which I love dearly was hit by a truck last night. Okay, ഇതുകൊണ്ട് കോമ ഇട്ടില്ല. അങ്ങനത്തെ വാസ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ? അത് ഏതിനാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഇതിന്റെ രണ്ടിന്റെയും ടെൻസുകൾ ഏതൊക്കെയാണ്? റോളൻ ഈസ് എ പേഴ്സൺ ഹു ടേക്സ് റെസ്പോൺസിബിലിറ്റി വെൽ. ബൈക്ക്, ബാസ്കറ്റ്, ടെൻസസ് ആൻഡ് ഏതിനാണ് വിശേഷിപ്പിച്ചത്? എവിടെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്ന സാധനം അവിടെ തന്നെ വന്നിട്ട് ചോദിക്കുക. ഓൾ ഇൻഡിവിജ്വൽസ് ഹു പർച്ചേസ് ടിക്കറ്റ് വിൽ ബി അഡ്മിറ്റഡ്. അപ്പൊ നമ്മുടെ തിയറി ഇവിടെ കറക്റ്റാ. ഓൾ ഇൻഡിവിജ്വൽ, അതിന്റെ അകത്ത് ഈ സാധനം പറഞ്ഞില്ലെങ്കിൽ അത് നോൺ എസെൻഷ്യൽ ആയിട്ട് മാറണം. The shirt that you brought me doesn't fit well. ഇത് എന്ത് ടെൻസ് ആണ്? ബ്രോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സെന്റൻസിൽ ടെൻസ് ആണ്. വാക്ക് ശ്രദ്ധിക്കുക, മെയിൻ സെന്റൻസിന്റെ ടെൻസ് ഏതാണ് കേട്ടോ? The man who baked the winning pie is my wife. അപ്പൊ അതിനകത്ത് മെയിൻ സെന്റൻസ് ഏതാണ്? മെയിൻ സെന്റൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മെയിൻ ഐഡിയ. ആ മെയിൻ ഐഡിയനെ ഒന്നും കൂടി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോർട്ടിങ് ഐഡിയാസ് ഉപയോഗിക്കുന്നത്. സപ്പോർട്ടിങ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ഡിപ്പെൻഡന്റ് ക്ലോസിലായിരിക്കണം. The shirt that you brought me doesn't fit well. ആണ് മെയിൻ ഐഡിയ. ടെൻസ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? The woman who baked the winning pie is my wife. എന്തുകൊണ്ട് കോമ ഇട്ടില്ല? കാരണം വൈഫിന്റെ പേര് അവിടെ ഇല്ല അല്ലെ. Well done. You called at a time. എന്ത് ടെൻസ് ആണത്? അതിനകത്ത് ബാസ്കറ്റ് ഏതാണ്? ബൈക്കിന്റെ ടെൻസ് എന്താണ്?
അത് ആഡ് ചെയ്തിരുന്നത് എന്താണ്? Gail is one for whom you are looking. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ അകത്ത് ബൈക്കും ബാസ്കറ്റും നമുക്ക് അടുത്ത ഉത്തരം നോക്കുമ്പോൾ തെറ്റാൻ പാടില്ല കേട്ടോ. ടെൻസ് തെറ്റാൻ പാടില്ല. ആർ ലുക്കിംഗ്, ആർ ബീയിങ് ലുക്ഡ് എന്ന് പറയാൻ പാടില്ല. Why not? Gail is one for whom you are being looked. Those who are willing to serve others will be rewarded. കണ്ടോ? Will be rewarded. അത് എന്ത് ടെൻസ് ആണെന്ന് സ്വന്തം ചോദിച്ചു നോക്കുക കേട്ടോ. ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ കണ്ടോ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ സോ ബ്യൂട്ടിഫുള്ളി കണക്ടിങ് ദ ടെൻസസ് വിത്ത് ദി പാസീവ് വോയിസ്, വിത്ത് ദി ആക്റ്റീവ് വോയിസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെൻസസ്. One whom is given is expected to give much in return. What a beautiful sentence. Okay, one to whom much is given is expected to give much in return. ആ സെന്റൻസിന്റെ അകത്ത് നമുക്ക് ഒരിക്കലും ഉത്തരം നോക്കുമ്പോൾ തെറ്റാൻ പാടില്ല. ബൈക്ക്, ബാസ്കറ്റ്. ഈസ് ഗിവൻ പാസീവ് വോയിസ് ആണോ? അതെ. ഈസ് എക്സ്പെക്റ്റഡ് പാസീവ് വോയിസ് ആണോ? അതെ. സോ ദാറ്റ് ഈസ് വേ യു ഹാവ് ടു ക്രിയേറ്റ് സെന്റൻസസ്. നമുക്കിപ്പോ ടെക്നോളജി മനസ്സിലായി. നോക്കുക, ഉത്തരങ്ങൾ നമുക്ക് എല്ലാം ശരിയായി കിട്ടുമെന്ന് നോക്കുക. Who listens to his man modifies leader. Who I love dearly modifies dog. Who takes responsibility well in the tense ആണ് presence. Who purchased ticket modifies individual. That you brought me modifies shirt. Who baked the winning pie modifies woman. When I was unable to answer modifies time. For whom you are looking. നമ്മൾ അതിന്റെ ബാസ്കറ്റ് നോക്കിയപ്പോ അതിന് മുമ്പ് 4 വന്നില്ലെങ്കിൽ കേട്ടോ, പേഴ്സൺ 1 ഇത് ചെയ്തിരിക്കണേ. Who you are willing to serve others modifies those. To whom much is given. Look at that. To whom, for. The preposition എന്താ? Modifies one. ഇതിന്റെ ആൻസർ എല്ലാം നോക്കിയപ്പോ കിട്ടിയിരിക്കണം കേട്ടോ. എടുത്ത് നോക്കുക. Combining sentences. Using various kinds of clause can give variety to your sentences. Adjective clause can be used for this purpose. അപ്പൊ ഒരു സെന്റൻസിന്റെ അകത്ത് വെറൈറ്റീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന സാധനം എന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കാരണം മാറ്റുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഓരോ നൗണിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ശ്രദ്ധിക്കാം. Adjective clause is used to modify a noun or a pronoun. Adjective clause എന്ന് പറയുന്നത് നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശേഷം ഉപയോഗിക്കാൻ നമ്മൾ കുറച്ച് പഠിച്ച തിയറിയാണ്. നമ്മൾ ഒന്നും കൂടെ അവിടെ പറഞ്ഞു നോക്കുന്നത്. Who, whose, with, that, when, where and since. Right. നമുക്ക് വിടാൻ ഒരു ഉദ്ദേശമില്ല അല്ലേ? Well done. നമുക്ക് ഇതിനെ കുറെ ഡിഫറെന്റ് ആംഗിളിൽ നോക്കാം കേട്ടോ. ശ്രദ്ധിക്കുക. Use the adjective clause to combine the following sentences. Use interrogatory words who, whose, whom, which, that, when, where or since to begin the adjective clause. ഇതാണ് നമ്മുടെ ടെക്നിക്ക്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് എല്ലാം 2 സെന്റൻസുകളെ കൊടുത്തിരിക്കണം അല്ലേ? ഓക്കെ, അപ്പോ ഈ ഒരു സംഭവം നമ്മുടെ ഹുക്ക് നമ്മള് യഥാർത്ഥ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ we will be successful. അത്രേ ഉള്ളൂ ഈ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ഹുക്ക് ചെയ്യുന്നത് കാറ്റാണ് നോക്കുക. അത് നോക്കുക, ദ ഡോക്ടർ എക്സാമിൻ ദ പേഷ്യന്റ്. എന്ത് ടെൻസ് ആണത്. The patient had fall from the cliff. Okay. The mechanic repaired the sister's car. The car had a warped block. The restaurant had closed. Tenses had closed. The customers were short there. The day was a wonderful day. Terry was married on that day. Was married. The parents had a great respect for the teacher. The teacher had taught the children. 5 സെന്റൻസ് ഉണ്ട്. ഈ 5 സെന്റൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും വാക്കുകൾ വന്നിട്ടുണ്ട്. പേനയും പെൻസിലും റെഡിയാക്കി വെക്കുക. ഞാൻ 5 മിനിറ്റ് സമയം തരും ജോയിൻ ചെയ്യാൻ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ, എഴുതിക്കോളൂ.
Right. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം നമുക്ക് IELTS-നായി നമുക്ക് ഇത്ര സമയം കിട്ടുന്നത് പേടിക്കൊന്നും വേണ്ട. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോയി നമുക്ക് ക്ലാസ്സിന് വെക്കണം കിട്ടുന്നില്ല. Right. All right. Okay. ആൻസറിലേക്ക് നമുക്ക് നോക്കാം. The doctor examined the patient who had fallen from the cliff. The mechanic repaired my sister's car that had wrapped the blow. The restaurant where the customers were short had closed permanently. The day when Terry was married was wonderful. The parents had a great respect for the teacher who had taught their children. ഇപ്പൊ എഴുതിയതിന്റെ ഫോട്ടോ എടുത്ത് എല്ലാവരും എനിക്ക് വാട്സാപ്പിൽ ഇട്ട് അങ്ങോട്ട് ഞാൻ നോക്കണം. I know that എത്ര പേർക്ക് ശരിയാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ എവിടെയൊക്കെ കോമ ഇട്ടോ, കോമ ഇടേണ്ടടുത്ത് നമ്മൾ കോമ ഇട്ടോ, ആവശ്യമില്ലാതെ നമ്മൾ കോമ ഇട്ടിട്ടുണ്ടോ, കോമ ഇടാതെ പോയിട്ടുണ്ടോ, നമ്മൾ എന്തുകൊണ്ടാണ് കോമ ഇട്ടത്? അപ്പോ ഇത് നമുക്ക് ഇതിനകത്ത് ഈ 5 എണ്ണം നമുക്ക് ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളോട് എങ്ങനെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ട് അവിടെ ഞാൻ ഹൂ ഉപയോഗിച്ചു? എന്തുകൊണ്ട് അവിടെ ഞാൻ ദാറ്റ് ഉപയോഗിച്ചു? എന്തുകൊണ്ട് അവിടെ വേർ ഉപയോഗിച്ചു? എന്തുകൊണ്ട് അവിടെ വെൻ ഉപയോഗിച്ചു? എന്തുകൊണ്ട് അവിടെ ഹൂ ഉപയോഗിച്ചു? ഓക്കെ, മനസ്സിലാവുന്ന കാര്യം? ഈ ഇതിന്റെ അകത്ത് എന്താണ് ഡിപ്പെൻഡന്റ് ക്ലോസ്, എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഞാൻ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, ആ മീനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, അതാണ് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത നമുക്ക് പോയി നോക്കാം. സെയിം തന്നെ who, whom, which, that, when, whose, since അത് ഉപയോഗിച്ചുകൊണ്ട് ഈ സെന്റൻസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അത് ജോയിൻ ചെയ്യാം. They followed. അത് എന്ത് ടെൻസാ നോക്കുക. Had come. Well done. Is covered. Passive voice ആണ്. Play. Simple present ആണ്. Past. They made past silence. Terry announced. ഈ വാക്കുണ്ടോ? Had been delivered. എന്ത് ടെൻസാണ് അതൊന്നും നമ്മുടെ മനസ്സിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. It is. The book is about magic. 5 മിനിറ്റ് തരാം, നമുക്ക് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് എഴുതിക്കോ.
ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. They followed the strange man who had just come from the dark alley. കോമയുണ്ടോ ഇല്ലയോ, ഈ ടെൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിപ്പെൻഡ് ക്ലോസ് കറക്റ്റായിട്ട് സാർ നമ്മൾ ചൂസ് ചെയ്തോ, കറക്റ്റ് ആളെ തന്നെയാണോ വിശേഷിപ്പിച്ചത് എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത് the Lord where we play basketball is covered with salt grass. എന്തുകൊണ്ട് അവിടെ കോമ ഇട്ടില്ല? നമ്മൾ കോമ ഇട്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കോമ ഇട്ടു? ആ ചോദ്യം നമ്മൾ ചോദിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് കോമ ഇട്ടു, എന്തുകൊണ്ടവിടെ കോമ ഇട്ടില്ല? ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. എ മിനിറ്റ്, അതിന് തന്നെയാണോ ടെറി അനൗൺസ് വെഡിങ് പ്ലാൻസ്? ശ്രദ്ധിക്കുക. പാസ്റ്റ് ഇൻ എ കംപ്ലീറ്റ് സൈലൻസ്. The newspaper that I received had been delivered late. That I received എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സെന്റൻസ് അല്ലേ? അത് had been delivered എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ് ആണ്. ഓക്കെ, ഐ ബ്രോട്ട് ജിം എ ബുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ ഇട്ടോ? കോമ ഇട്ടില്ലേ? എന്തുകൊണ്ട് ഇട്ടു, എന്തുകൊണ്ട് ഇട്ടില്ല? നമുക്ക് എല്ലാം കറക്റ്റ് ആൻസർ കിട്ടണം കേട്ടോ. നമുക്ക് ശരിയും തെറ്റും നമ്മൾ പറയും. നമ്മൾ ഇതിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പോവാണ് മുകളിലേക്ക്. അടുത്ത് ശ്രദ്ധിക്കുക. Who, whose, whom, which, that, when, or where. ശ്രദ്ധിക്കുക. The school has closed, has been closed. എന്തിനാണ് അത് has been closed? Yes. The students were exposed. എന്താ നോക്കുക? Were exposed. രണ്ടും പാസീവ് വോയിസ് ആണ്. The clinic processed the MRI. The MRI showed my back problem. Joe contracted the artist. Okay, the artist was going. Contracted was going. Our went very slowly. We were waiting for the arrival. The children were lost there. I found them in the woods. Right. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 5 മിനിറ്റ് നമ്മൾ എഴുതി നോക്കാം. 5 മിനിറ്റ്.
Right. നമുക്ക് നോക്കാം. The school where the students were exposed to asbestos has been closed. The clinic processed the MRI which showed my back problem. Joe contacted the artist who was going to paint his portrait. The hour when we were waiting for their arrival went very slowly. The children who found in the woods were lost there. Right. അപ്പോ നമുക്കിത് ശരിയായില്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെല്ലാം. കാരണം നമുക്ക് തിയറി നമ്മൾ പഠിച്ചു, നമുക്കറിയാം ഡിപ്പെൻഡന്റ് ക്ലോസ് എങ്ങനെയിരിക്കാൻ അറിയാം, ഡിപ്പെൻഡന്റ് ക്ലോസ് എവിടെ ഉപയോഗിക്കാൻ നമുക്കറിയാം. ഇത് ശരിയായില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ സെന്റൻസുകള് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടെ നമുക്ക് പറ്റുന്നില്ല. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അപ്പോ നമ്മൾ പതുക്കെ പതുക്കെ എന്താ ചെയ്യണ്ടേ, വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഒരു സെന്റൻസ് കണ്ട ഒരു പുതിയ വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പുതിയ വാക്കിന്റെ നമ്മൾ ഡിക്ഷണറി നോക്കിയിട്ട് വലിയ വാക്കുകൾ കണ്ടുപിടിക്കാനല്ല വേണ്ട, നമ്മൾ കാണുന്ന കോമൺ വാക്കുകളുടെ ഡിഫറെന്റ് അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിക്കാൻ വേണ്ട. ഇപ്പൊ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ആണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് തപ്പാൻ പോകാൻ നോക്കാൻ പോകാൻ ഗൂഗിൾ എന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ ചുമ്മാ ടൈപ്പ് കൊടുത്ത അർത്ഥങ്ങളൊക്കെ അർത്ഥം വരും, എന്ത് സാധനത്തിന്റെ അർത്ഥം വരും. അപ്പോ നമുക്ക് വേറൊരു തെറ്റ് ശരിയായി വേറെ തെറ്റ് സംഭവിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഐഡിയകളെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ നമ്മള് ആ ഡിപ്പെൻഡന്റ് ബാസ്കറ്റിന്റെ യഥാർത്ഥ മീനിങ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു സെന്റൻസില് ഒരു മെയിൻ വാക്കും ഒരു മെയിൻ സെന്റൻസ് ഉണ്ടാവും, ഒരു ഡിപ്പെൻഡന്റ് സെന്റൻസും ഉണ്ടാവും. അപ്പോ ഒരു സെന്റൻസിലേക്ക് നോക്കുമ്പോൾ അതിന്റെ മെയിൻ ഏതാണ്, അതിന്റെ ഡിപ്പെൻഡന്റ് ഏതാണ്. അപ്പൊ നമുക്കിനി വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു പ്രാക്ടീസ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോ ആ ഐഡിയ കിട്ടി. In using adjective clause, you should always place it as near to the word it modifies as possible. അപ്പോ ആ മോഡിഫൈ ചെയ്യുന്ന വേർഡിനെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടായിരിക്കും. If you misplace the adjective clause, the result is ridiculous sentence or one that is unclear. നമ്മളിപ്പോ ഇത് സെന്റൻസുകളിൽ ഏതെങ്കിലും ഓർഡർ നമ്മൾ ഇതിനകത്ത് മാച്ചായില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോയി നോക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോ അത് ആ വാക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, നമ്മളത് മിസ്പ്ലേസ് ചെയ്ത് ഉപയോഗിച്ച അഡ്ജക്റ്റീവ് ക്ലോസ്. അപ്പൊ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞ സംഭവം വെറും ഒരു ബാസ്കറ്റ് മാത്രമല്ല, അതിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സെന്റൻസിന്റെ അകത്ത്. ഓക്കെ, ഈ സെന്റൻസ് നോക്കിയേ, I waved my dog from the car that had just licked my face. കണ്ടോ, I waved to my dog from the car that had just licked my face. The car did not lick my face, but the dog did. From the car, I waved my dog that had just licked my face. Now the close can be seen the word to modify next to dog. Rewrite the following sentences placing the adjective clause in the correct place. ഞാൻ ഈ സെന്റൻസുകൾ വായിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക,
ഉത്തരങ്ങൾ മനസ്സിൽ പറയുക, നമ്മൾ ആൻസർ ചോദിക്കുമ്പോൾ ശരിയാണെന്ന് നോക്കുക. റീറൈറ്റ് സെന്റൻസസ് പ്ലേസിംഗ് ദ അഡ്ജക്റ്റീവ് ക്ലോസ് ദാറ്റ് കറക്റ്റ് ദ പ്ലേസ്. ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ഡിപെൻഡന്റ് ക്ലോസ് ഏതാണ്? ആ ഡിപെൻഡന്റ് ക്ലോസ് ഏതിന്റെ അർത്ഥം പറയേണ്ടതെന്ന് നോക്കുക. They drove to the lake in their view in the new car where they love to fish for the bass. The large limousine pulled up to the car which was loaded with the students for the prom. The new tricycle was smashed on the driveway that had been delivered yesterday. Sentences tenses നോക്കുക കേട്ടോ. We showed the pictures to our friends that we had taken at the wedding. We caught the several fish with a new bite which we cooked the dinner. Okay? They drove their new car to the lake where they love to fish the bass. The large limousine, which was loaded to students from the prom, pulled up the car. The new tricycle that had been delivered yesterday was smashed on the highway. We showed to our friends the pictures that had been taken at the wedding. We caught with the new bite several fish which had been cooked for dinner. കണ്ടോ? ഈ വിച്ച് ന്യൂ ബൈറ്റിനെ ചെയ്തേക്കണം, ഈ ദാറ്റ് ഫ്രണ്ട്സിനെ ചെയ്തേക്കണേ, ഈ ദാറ്റ് ഡ്രൈവറിനെ ചെയ്തേക്കണം, ഈ വിച്ച് കർബിനെ ചെയ്തിരിക്കണേ, ഈ വേറെ കാറിനെ ചെയ്തിരിക്കണേ. ഇവിടെ നോക്കിയേ, ഈ വേറെ ലേക്കിനെ ചെയ്തിരിക്കണേ, ഈ വിച്ച് ലിമോണൈസിനെ ചെയ്തിരിക്കണേ, ഈ ദാറ്റ് ട്രൈസൈക്കിളിനെ ചെയ്തിരിക്കണേ, ഈ ദാറ്റ് പിക്ചേഴ്സിനെ ചെയ്തിരിക്കണേ, ഈ വിച്ച് ഈ ഫിഷിനെ ചെയ്തിരിക്കണേ. നമുക്ക് സെയിം മെത്തേഡ് ഒന്ന് നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് പ്ലേസിംഗ് ദ അഡ്ജക്റ്റീവ് ക്ലോസ് ഇൻ ദ കറക്റ്റ് സെന്റൻസ്. A tall man was stopped by the police officer who had been acting suspiciously. ബൈക്ക് ഏതാണ്? ബാസ്കറ്റ് ഏതാണ്? ബൈക്കിന്റെ ടെൻസ് ഏതാണ്? ബാസ്കറ്റിന്റെ ടെൻസ് ഏതാണ്? Had been acting. Who had been acting? Past perfect continuous tense. ചുരുക്കമായിട്ട് ഇങ്ങനെ കിട്ടാറില്ല അല്ലെ? Was stopped. Simple past passive voice. Found the key under the couch that had been lost. She took the letter to the post office, which she had written earlier. The rose bush is next to Weedley, that is very beautiful. The tanker sails the harbor, which was carrying a lot of the oil. ഇവിടെ ഹൂ വിശേഷിപ്പിച്ചിരിക്കുന്നത് പോലീസ് ഓഫീസറെയാണ്. ഇവിടെ ഈ ദാറ്റ് വിശേഷിപ്പിക്കുന്നത് കൗച്ചിനെയാണ്. ഈ വിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓഫീസിനെയാണ്. ദാറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലോട്ടിനെയാണ്. വിച്ച് വിശേഷിപ്പിക്കുന്നത് ഹാർബറിനെയാണ്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അതല്ല എന്ന് നമ്മുടെ ആൻസറാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. Right. കണ്ടോ? ഉത്തരം മാനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കീനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വിച്ച് ലെറ്ററിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ദാറ്റ് റോസ് ബുഷിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വിച്ച് ടാങ്കറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മളത് ചെയ്യുന്നില്ല. ബട്ട് ഞാൻ ഈ ശനി ഞായറും ഞാൻ വർക്ക് ചെയ്യുന്നത് ഹീത്രോ എയർപോർട്ടിലാണ്. എനിക്ക് എബോള സ്ക്രീനിങ്ങിന്റെ അകത്തൊരു ഈ പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ടിന്റെ അകത്തൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എബോള സ്ക്രീനിങ് ആണ്. അപ്പം ഞാൻ രാവിലെ
തൊട്ട് ഞാൻ അവിടെ നാളെ അവിടെ സ്റ്റേ ചെയ്യാം. കമ്പ്യൂട്ടറായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ നമുക്കപ്പോൾ ശനിയും ഞായറും എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇനി ഞാൻ പഠിപ്പിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട കേട്ടോ. സോ അടുത്ത 48 hours നമുക്ക് 48 hours ഉണ്ട്. ഓക്കെ, ഈ 48 hours നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരു മണിക്കൂറിൽ എടുത്ത ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ 48 hours 50 സെന്റൻസ് എഴുതാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും എഴുതാം. ഓക്കെ, സോ ഇന്നും നാളെ ആയിട്ട് എനിക്ക് എഴുതി പോസ്റ്റ് ചെയ്യേണ്ട, ഈ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. എനിക്ക് 50 സെന്റൻസ് വേണം. ഒള്ളി അഡ്ജക്റ്റീവ് ക്ലോസ് മാത്രം ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ബാസ്കറ്റ് നടുക്ക് വെക്കാം, ബാസ്കറ്റ് ബാക്കിൽ വെക്കാം, ബാസ്കറ്റ് ഫ്രണ്ടിൽ വെക്കാം. അഡ്വർബ് ക്ലോസ് എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അഡ്ജക്റ്റീവ് ക്ലോസ് മാത്രമാണ് വേണ്ടത്. 50 എണ്ണം വേണം. 50 എണ്ണം എനിക്ക് ടൈപ്പ് ചെയ്ത് തന്നെ ഇത് ഞായറാഴ്ച വൈകിട്ടാവുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടും. മീൻസ് 48 hours എനിക്ക് തന്നിരിക്കണം. അതിനെനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. സെന്റൻസുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് അഡ്ജക്റ്റീവ് ക്ലോസ് സെന്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 million സെന്റൻസ് വരെ കിട്ടും. പക്ഷെ ചെയ്യേണ്ട കാര്യം, നമ്മൾ സെന്റൻസ് കണ്ടു, ആ സെന്റൻസ് തന്നെ എനിക്ക് ടൈപ്പ് ചെയ്ത് വിടരുത്. ആ സെന്റൻസ് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ആ സെന്റൻസ് തിരിച്ചു വെച്ച് എനിക്ക് ടൈപ്പ് ചെയ്താവും. ഓക്കെ, കാരണം അത് വേറെ ഉണ്ടാക്കിയ സെന്റൻസാ. ടോട്ടലി 2 different ഐഡിയാസ്. ആ സെന്റൻസിന്റെ അകത്തുനിന്ന് ഓക്കെ, ആ സെന്റൻസിന്റെ മോഡൽ കണ്ടു, ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേണ്ടത് ഡിഫറെന്റ് പേഴ്സൺസിന്റെ നെയിമാണ് വേണ്ടത്, ഡിഫറെന്റ് ഐഡിയ വേണ്ടത്. ഓക്കെ, കോമ മിസ്റ്റേക്ക് ഒന്നും പാടില്ല. ഈ 50 സെന്റൻസും ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. കാര്യം മാത്രമെങ്കിൽ നമ്മൾ അത്ര തരമായിട്ട് ഇപ്പൊ തിയറി പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ സ്റ്റാർട്ട് പ്രാക്ടീസിംഗ്. ഓക്കെ, അപ്പോ നമുക്ക് തിങ്കളാഴ്ച വൈകിട്ട് കാണാം. അതിനപ്പുറം എനിക്ക് 50 സെന്റൻസ് സമയം എടുത്ത് പതുക്കെ ചെയ്താലും മതി. ഇഷ്ടമായ സമയമുണ്ട്, 48 hours എടുക്കുന്നുണ്ട്. സോ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 50 സെന്റൻസ്. ബട്ട് ഈ 50 സെന്റൻസ് എഴുതുക എന്ന് ഉള്ളതല്ല അതിനകത്ത് ഇമ്പോർട്ടന്റ് കേട്ടോ. അത് എനിക്ക് കാണാൻ വേണ്ടി 50 സെന്റൻസ് എഴുതുക. ഓക്കെ, നിങ്ങളുടെ ബുക്കില് നിങ്ങൾ അപ് ടു ഒരു 250 സെന്റൻസസ് ഈ അഡ്ജക്റ്റീവ് ക്ലോസ് മാത്രം വെച്ചുള്ളത് ഇന്റർനെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കണം. ആ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ തെറ്റുകൾ വരില്ല. ഈ തെറ്റ് മാറ്റാനായിട്ട് ആ ഒരു ഒറ്റ മാർഗമുള്ളൂ, പ്രാക്ടീസ് ചെയ്യുക. അപ്പോ ഒന്ന് സെന്റൻസ്, നമ്മളിപ്പോ ഈ സെന്റൻസ് കണ്ടു, ഓക്കെ നല്ലൊരു സെന്റൻസ് ആണ്, കുഴപ്പമില്ല. They drove the car to a lake where they loved fish from the bass. നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാം. They drove their bus to the sea where they loved to fish for the bass. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്മൾ 2 സെന്റൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുകയാണ്. എനിക്കതാ വേണ്ടത് കേട്ടോ. എനിക്ക് ഇതിന് കോപ്പിയിൽ വേണ്ട. We are trying to create different sentences there. അതുകൊണ്ടാണ് പറഞ്ഞ കാണുന്ന സെന്റൻസ് അങ്ങനെ തന്നെ കോപ്പി വിടരുത്. കാണുന്ന സെന്റൻസിന്റെ അകത്ത് the large limousine which was loaded with students from pulled out the cargo. The large bus which was loaded with boys, girls for the prom pulled up to the car. ചെറിയ ചേഞ്ചസ്, എന്തെങ്കിലും ചെറിയ ചേഞ്ച് മതി. ബട്ട് ആ ചേഞ്ച് ഉണ്ടാക്കുമ്പോൾ നമ്മളോട് 1 minute ചിന്തിക്കും. എനിക്ക് ആ ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മളെ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു സ്റ്റോപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന്റെ മിറാക്കിൾ വർക്കാണ് 50 സെന്റൻസ്. നമ്മൾ ഒരു 250 സെന്റൻസ് എങ്കിലും നമ്മളോട് തന്നെ ആത്മാർത്ഥം കാണിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് എക്സാം ഹാളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് പറഞ്ഞ് നമുക്ക് വിഷയം ഉണ്ടാകും. അപ്പോ തിങ്കളാഴ്ച വൈകിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. Thank you.